എടേ പ്രഭാര, എന്തടേ ഞാനും നീ ഇതുപോലെ നേരത്തെ ഒരുമിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ചതിവ് പറ്റുമായിരുന്നോടെ? ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം? വക്കീലേ, ഡേ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ബന്ധം ഒഴിയണം. ലവന്മാരെ ഒരു 5-8 കൊല്ലം ജയിലിലോട്ട് തട്ടണം. അതിനെന്തൊരു വകുപ്പ്? കായ എത്ര വേണേലും വാരി എറിയാം. കാശ് കൊടുത്താലൊന്നും കോടതി വിലക്കും അങ്ങനെ ഒക്കില്ല. റൂൾ ഈസ് റൂൾ. റൂളി പെൻസിൽ നടക്കില്ലെന്നല്ല, കാലതാമസം ഉണ്ടാവും. ആദ്യം ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഡൈവോഴ്സിന് അപേക്ഷിക്കണം. അതിനു മുമ്പേ ആ ചേരിക്കാരന്മാരെ കൂട്ടി ലവന്മാർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നാ എനിക്ക് പേടി. നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ശ്രമിക്കാം. ഇതൊക്കെ നടക്കും. അതിനാണല്ലോ ഞാനുള്ളത്. ഇപ്പൊ പുതുതായി ചാർജ് ചെയ്ത SI ആളപ്പം പരിക്കന. നമുക്ക് അദ്ദേഹത്തിന് ഒരു പെറ്റീഷൻ കൊടുക്കാം, വിവാഹ തട്ടിപ്പിന്റെ പേരിൽ. അതോടെ അവന്മാരെയും ഈ കല്യാണത്തിന് കൂട്ടുനിന്നവരെയും തൂക്കിയെടുത്ത് അത്തിട്ടോളും. പ്രതികൾ ലോക്കപ്പിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈവേഴ്സിന് സാധ്യത കൂടുതലാ. നല്ല ബോധമുള്ള വക്കീല്. ഇത് 5000. ഇത് 5000 വേറെ. മാട്ടുപ്പെട്ടി ചന്തയില് 2 കൂലിക്കാരെ ഒഴിവ് ഇപ്പോഴും ഉണ്ടടാ. കണ്ണപ്പനെയും മച്ചാനെയും കാത്തിരിക്കുന്ന അറിയാവുന്ന തൊഴിൽ. എല്ലാം മറന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. ചുമക്കാൻ 2 ചാക്കും അതിനെതിരെ കൂലിയും കേറി കിടക്കാൻ ഒരു കൂരം കിട്ടിയാ നിനക്കൊക്കെ ഇനിയും ജീവിക്കാല്ലേ? അതും എല്ലാം മറന്ന് എന്നെ തെറ്റിദ്ധരിച്ച് എന്റെ ഭാര്യയെ വലിച്ചിറക്കൊണ്ട് പോയപ്പോ എല്ലാം വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളെ ഓർത്തിട്ടാ. നിനക്ക് ഞങ്ങളുണ്ടാ. രായപ്പനെ പറഞ്ഞ് മനസ്സിലാക്കി നിന്റെ ഭാര്യയെ തിരിച്ചെടുത്ത് തരാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെയൊക്കെ വാക്കും കേട്ട് ഞാൻ വിഡ്ഢിവേഷം കെട്ടിച്ച എന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ? പറ. എടാ, അത് രക്തബന്ധമാ, പറിച്ചെറിഞ്ഞാലും പോവില്ല. നീ കണ്ടില്ലേ ലക്ഷ്മിയും പാർവതിയും ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു പോയത്? ചെന്താമരയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ. ഞങ്ങളെ ഇത്രയും സഹായിച്ച നിനക്ക് വേണ്ടി ഞങ്ങൾ നിന്നില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? വാടാ, ചേരിയിലേക്ക് പോവാം. ചതിയായിരുന്നു, ചതി. ആ മച്ചാൻ പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിച്ചു. പാട്ടും കൂത്തുമായി കല്യാണം നടത്തിയിട്ട് അവളവിടെ കൊണ്ടുവരാ മഹാദേവന്റെ വീട്ടിൽ വേലക്കാരിയായിട്ട്, വെപ്പാട്ടിയായിട്ട്. അവിടെ അവന് വേറെ ഭാര്യയുണ്ട്, പാവൻ ചന്താമര. അവൾ ഇപ്പോഴും അവനെ നമ്പിയിരിക്കുക. അവനോട് ഉടമ്പ് വെട്ടി പീസ് പീസാക്കണം. ഇനിമേ ഒരുത്തനും നമ്മ ഏമാത്തക്കൂടാது. நான் அந்த மாட்டுப்பட்டி மச்சான பார்க்க போறேன். நீங்க எல்லாம் என் கூட இருக்கணும். இது நம்ம மான பிரச்சனை. வாடா. രാജപ്പ, നീ കണ്ടതും കേട്ടതൊന്നും ശരിയല്ല. അത് ഞാൻ പറഞ്ഞ കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട ചെത്ത്. അടിയവനെ. ആരുടെ കൂട്ടത്തിൽ മാട്ടുപ്പെട്ടി മച്ചാൻ? ഞാനാ. ഓ, അപ്പൊ നീ കണ്ണപ്പൻ. നല്ല തടിയുണ്ടല്ലോടെ 2 2 തന്നാല് ലോക്കപ്പ് കിടന്ന് ചാകില്ല. എന്തിനാണ് ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്നത്? ഞാൻ പറയാം സാർ, എന്റെ പെങ്ങൾ ചെന്താമരെ ചതിച്ച് കല്യാണം കഴിച്ചത് ഇവനാ. കൂട്ടുനിന്നത് ഇവന്മാരും. എന്താണ് അതിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ, 3-ാം പ്രതി. നീയൊക്കെ നന്നായിട്ട് അഭിനയിക്കും അല്ലേ? ശ്രമിച്ചാൽ ഒരു ഓസ്കാർ വരെ കിട്ടുമല്ലോടാ. ആട്ടെ, എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്? ഏത് പരിപാടി? വിവാഹ തട്ടിപ്പ്. ഇതുവരെ എത്ര കല്യാണം കഴിച്ചു? പെൺപിള്ളാരെ പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഞാന് എന്താ സാറ്, എന്തിനാ ഇവരെ തല്ലുന്നത്? ചുമ്മാ ഒന്ന് ഷൈൻ ചെയ്യാൻ. ഇവരൊക്കെ കളിച്ച് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചു. ഇടയ്ക്ക് കളി ഒന്ന് പാളിയപ്പോഴാ എന്റെ റോള് വന്നതും ഞാൻ ഇവിടെ എത്തിയത്. ഒരു കലാശക്കൊട്ടിന് എല്ലാം ഒന്ന് അവസാനിപ്പിക്കണ്ടേ? ആട്ടെ, നമ്മളാരാ? മഹാദേവൻ. ഓ, മഹാദേവൻ, 5-ാം പ്രതി. നിങ്ങളെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അല്ല, നേരിട്ട് നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഞാനിതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ഇനി എവിടെ നിറയേണ്ടി വരില്ല. പണവും പ്രതാപവും അംഗീകാരവും ഒക്കെ ഉള്ള നിങ്ങൾ എന്തിനാ ഹിമന്മാരോടൊപ്പം കൂടിയത്? മനസ്സിലായില്ല. ഇന്ന് രാവിലെ എനിക്കൊരു പെറ്റീഷൻ കിട്ടി, വിവാഹ തട്ടിപ്പ്. അതിന് കൂട്ടുനിന്ന 5 പ്രതികളെ തേടിയാണ് ഞാനിവിടെ വന്നത്. പോലീസിന്റെ പണി ഉറക്കാൻ ഭാഗ്യത്തിന് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 1-ാം പ്രതി മച്ചാൻ, 2-ാം പ്രതി, 3, 4. ഞാനിവിടെ ഉണ്ട്. എന്നെ നേരത്തെ പൊക്കി. 5-ാം പ്രതി ഞാനും അല്ലേ? സർ, കുറ്റക്കാരൻ ഞാനും ഇവനുമാ. മറ്റുള്ളവരെ വെറുതെ വിടണം. മഹാദേവൻ സാർ ഒന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചടിച്ചത് ഞങ്ങളാ. നിരപരാധികളെ കോടതി തീരുമാനിക്കും. അതത്ര ശരിയായ മറുപടിയല്ല.
ശ്രമിച്ചാൽ പോലീസിനും സാധിക്കും. ഇവന്മാര് പലതും പറയും സാർ. പിടിച്ചോണ്ട് പോയി ജയിലിൽ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഒരുത്തനെയും വെറുതെ വിടരുത്. നിങ്ങൾ ശാന്തരാവണം. ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഒന്നും പറയണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ കേൾക്കണം, കേട്ടേ പറ്റൂ. നിങ്ങളോട് തെറ്റ് ചെയ്തത് ഇവരാരുമല്ല, ഞാനാ. എന്റെ മോൻ ഒരു ഭാര്യയേ ഉള്ളൂ. അത് ഈ രാജപ്പന്റെ പെങ്ങൾ ചന്താമരയാ. ഈ ചേരിയിലെ കുടിലിൽ നിർത്തിയെ എന്റെ മകൻ വിവാഹം കഴിച്ചു എന്ന് കരുതി മഹാദേവന്റെ വിലയിടുകയില്ല. മറിച്ചത് നന്മയുടെ പേരിൽ ഉയരുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളെ, തെറ്റിദ്ധരിച്ച് നിന്നെ ഞാൻ വേലക്കാരിയായിട്ടാണ് എന്റെ വീട്ടിൽ കയറ്റിയത്. ഇപ്പൊ ഞാൻ എന്റെ മോന്റെ ഭാര്യയായിട്ട് കൂടെ കൊണ്ടുപോകാനാ വന്നത്. കൊള്ളാം. നിരപരാധിത്വം തെളിയിച്ച് ഇവിടെ പ്രശ്നം സോൾവ് ചെയ്തു അല്ലേ? ന്യായമല്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. ഒരു കാര്യം മനസ്സിലാക്കണം. പെൺകുട്ടികളുടെ വീട്ടുകാർ മുൻകൈ എടുത്താണ് ഇവരുടെ വിവാഹം നടത്തിയത്. സാക്ഷികളായി ഒപ്പിട്ടത് അവരുടെ മാതാപിതാക്കൾ. രജിസ്റ്റർ പരിശോധിച്ചാൽ സാറിന് അത് മനസ്സിലാവും. നിയമാനുസൃതം നടന്ന കല്യാണത്തെ തട്ടിപ്പെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഭാര്യമാരെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളാണ് ആദ്യം പരാതി തന്നിരുന്നെങ്കിൽ സാറിന് നടപടി എന്തായിരിക്കും? സാർ ആർക്ക് വേണ്ടി നിയമം കയ്യിലെടുക്കും? സാർ, ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇരു കൂട്ടർക്കും അവസരം കൊടുക്കണം. ഒന്നിച്ചു നിർത്തി അവരോട് ചോദിച്ചുകൂടെ? സത്യം അങ്ങനെ അല്ലെങ്കിൽ ഇവരെ ശിക്ഷിക്കണം. നിങ്ങൾ ചെന്ന് വിളിച്ചാൽ ആ പെൺകുട്ടികൾ ഇറങ്ങി വരൂ. എങ്കിൽ ഈ പെറ്റീഷന് വില ഉണ്ടാവില്ല. ഉറപ്പുണ്ടെങ്കിൽ കേറിക്ക വണ്ടിയിലോട്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. വാ കുട്ടികളെ. മച്ചാനെ, ഞങ്ങളുണ്ട് കൂടെ. വാടാ. എന്ത് ചുമട്ട് തൊഴിലാളികളൊക്കെ ഇങ്ങോട്ട് വന്നത്? ഇന്ന് ഇവരുടെ മഹാസമ്മേളനം വല്ലതും ഉണ്ടോടെ? ചെല്, നിങ്ങൾക്ക് എന്താ സംസാരിക്കേണ്ടെന്ന് വെച്ചാ ചെന്ന് സംസാരിക്കാം. എന്തരാണ് വാലേഷം മുതലാളി? ദൂരദർശനന്റെ പണി എവിടം വരെ ആയി? എപ്പോഴാണ് ഇംഗ്ലീഷ് രാമായണം TV കാണിക്കാൻ പോണത്? എന്തരടേ ഇവിടെ വെച്ച് പിന്നെയും കാറിന്റെ ആക്സിൽ ഒടിഞ്ഞാടേ? ആ മതി മതി, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. എന്തൊരു വിഷയം? വിഷയം പറ. ഇതെന്തൊരു പള്ളിക്കൂടാ? ഞങ്ങളെ പറ്റിച്ച ചതിയന്മാരാണ് ഇവര്. കല്യാണ തട്ടിപ്പ് വീരന്മാര്. സത്യം പറയടാ, നീയൊക്കെ ഇതുവരെ എത്ര പെമ്പിള്ളേരെ കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ട്? എത്ര പെമ്പിള്ളേരുടെ ജീവിതം നീയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടോ? എത്ര പെമ്പിള്ളേരുടെ തന്തമാരാവാനും സഹിക്കാൻ വയ്യാതെ തൂങ്ങിച്ചത്തിട്ടുണ്ട്. അച്ഛാ, അച്ഛനോ? ആരടാ അതിന്റെ അച്ഛൻ? കരക്കരയുടെ പിന്നാക്കം മലക്കറിയും ചമന്ന് നടക്കുന്നത് നീ എന്നെ ഇനി അച്ഛാന്ന് വിളിച്ചാലുണ്ടല്ലോ അടിച്ചതിന്റെ കവാല കുറ്റി പൊളന്നളയും. കാവറയ്ക്ക് വടുക. എന്റെ അമ്മോ, ഇതായിരുന്നു എന്തരാ? ഇവർ രണ്ടുപേരും കൂലികളാ. മാട്ടുപ്പെട്ടി ചന്തലെ നല്ല ഒന്നാം തരം ചുമട്ടുകാര്. ഇവർ രണ്ടുപേരും ഇല്ലാത്തത് പലതും പറഞ്ഞു പൊലിപ്പിച്ച് പറ്റിച്ചാണ് നിങ്ങളുടെ രണ്ട് പെൺകുട്ടികളെയും കല്യാണം കഴിച്ചത്. തെറ്റാ അവർ ചെയ്തത്. അതിനുള്ള ശിക്ഷ അവർ അർഹിക്കുന്നുമുണ്ട്. ഏത് കോടതിക്ക് അവരെ ശിക്ഷിക്കാൻ? ഞങ്ങളൊരു ഒത്തുതീർപ്പിനാ വന്നത്. എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കരുത്. ഇവരെ നിങ്ങൾ ഇനി എങ്ങനെ ശിക്ഷിച്ചാലും നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം തിരിച്ചു കിട്ടുമോ? ചീത്തപ്പേര് മാറുമോ? പിലാച്ചപ്പി. എന്തിന് പിലാച്ചപ്പി? ഞങ്ങൾക്ക് ഉപദേശം തരാൻ ഇയാൾ ആരുവാ? ചട്ടമ്പി സ്വാമിയാണ്. ഏവന്മാരുടെ വക്കാലത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണ തന്റെ അടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം എനിക്കുണ്ട്. കാരണം നിങ്ങൾ കൊടുത്ത പെറ്റീഷനിലെ 5-ാം പ്രതിയാണ് ഞാൻ. ഞാൻ അങ്ങനെ പ്രതിയായെന്ന് എനിക്കറിയണം. അത് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞോളാം. സാറേ, ഏവന്മാരുടെ പൊക്കിൾ നോക്കി നല്ല 4 താങ്ക് താങ്ങി. ഇനി ഒരിക്കലും ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കരുത്. എന്താ നിങ്ങൾക്ക് വിചാരം? പോലീസ് എന്താ സ്വിച്ചിട്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളോ അതോ ബുദ്ധിയില്ലാത്ത കഴുതകളോ? വെറുതെ അല്ലല്ലേ, പരാതി എന്നിട്ടല്ലേ. തുട്ടി വേണേ പറയും തരാ. ഒരു പരാതി കിട്ടിയാലുടൻ പരാതിയെ കുറിച്ച് അന്വേഷിക്കാതെ കൈമടക്കം വാങ്ങി ഒരുത്തനെ കസ്റ്റഡിയിലെടുത്ത് 10 പൂശും പൂശി ഇല്ലാത്തതും തെളിയാത്തതുമായ കേസുകൾ തലയിൽ വച്ച് കെട്ടി പ്രതിക്കൂട്ടിലേക്ക് തള്ളി കയ്യും കഴുകി തിരിച്ചു പോകുന്ന സാഡിസ്റ്റുകളാണ് എല്ലാ പോലീസുകാരും എന്ന് താൻ കരുതിയോ? വിളിക്കണോ നിങ്ങളുടെ മക്കളെ? എനിക്ക് അവരുടെ അഭിപ്രായം കൂടെ അറിയണം. ഇറക്കി വിടണം അവളുമാരെ, ഇറക്കി വിടാനാ പറഞ്ഞത്. ലക്ഷ്മി, പേരെടുത്ത് വിളിക്കാൻ പോലും അർഹതയോ അധികാരവും ഞങ്ങൾക്കില്ല. കേട്ടതും അറിഞ്ഞതും എല്ലാം സത്യമാ. ഞങ്ങൾ ചുമട്ടുകാരാ. നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ വെറും കൂലികൾ. ചന്തയില് തമ്മിൽ തല്ലിയും പിണങ്ങിയും കഴിഞ്ഞപ്പോ ഞങ്ങൾ കുറെ രൂപ ഉണ്ടാക്കിയ കൊള്ളാൻ തോന്നി. അതും വാശിപ്പുറത്ത്. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. എന്നെ ഒരിക്കൽ
പെണ്ണുകാനെത്തിയ ഒരുത്തനെ നിന്റെ അച്ഛൻ അപമാനിച്ചു വിട്ടപ്പോ ആ പക തീർക്കാൻ കണ്ടെത്തിയ കൂലിക്കാരനായി ഞാൻ മാറി. ഇവിടെ എത്തിയപ്പോ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ചു. അപ്പോഴും ലക്ഷ്യം കാശായിരുന്നു. പണവും വീടും പാരമ്പര്യമൊന്നും ഞങ്ങൾക്ക് തരാനില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. ജീവനുള്ള കാലം വരെ അതിനൊരു കുറവുണ്ടാവില്ല. കൂടെ വരുമെങ്കിൽ ഓടെ എമ്പോക്കെയാണ് വായിറാതെ. യൂണിയൻകാരോട് കളിക്കരുത്. നിങ്ങൾ പറയുന്നത് കേട്ട് കൈയും വീശി തിരിച്ചു പോകാൻ വന്നവരല്ല ഞങ്ങൾ. രായപ്പാ, ചേരിക്കാര് പാവങ്ങളാ, കൂറുള്ളവരാ. ഞങ്ങൾ തൊഴിലാളികള് കാര്യത്വം എടുക്കുമ്പോ ഒന്നാ. ഞങ്ങളൊന്ന് വിരൽ നൊടിച്ചാൽ ഈ നിൽക്കുന്നവർ മുഴുവൻ ഇവിടെ ഇടിച്ചു കയറും. നിങ്ങളുടെ 2 പെമ്മക്കളെയും തൂക്കിയെടുത്ത് ഞങ്ങളെ ചെറ്റക്കുടിൽ കൊണ്ടാക്കും. പക്ഷേ ആ കുടിൽ കഴിയാനുള്ള മനസ്സ് ഇവർക്കില്ലെങ്കിൽ വരില്ലെന്നറിയാം. എങ്കിലും ഈ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ഏതെങ്കിലും ജയിലിൽ ഉറക്കമില്ലാത്ത രാത്രി ചിന്തിച്ചിരിക്കുമ്പോ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ എന്ന് മനസ്സ് ചോദിച്ചാൽ ഉത്തരം പറയാനായിട്ടാ. കൂടെ വരുമോ? മറുപടി എന്തും പറഞ്ഞോളൂ, മടിക്കണ്ട. വെറുപ്പാണ് എപ്പോഴും മനസ്സിലെങ്കിൽ ഒരിക്കലും നിന്റെ ജീവിതത്തിന്റെ 7 അയലെത്തി ഞാൻ വരില്ല. മച്ചാനെ, ഞങ്ങൾ ഇറക്കിക്കൊണ്ടുവരാം അവളുമാരെ. മച്ചാൻ ഒന്ന് പറഞ്ഞാൽ മതി. വേണ്ട, എനിക്ക് വേണ്ടി ആരും ബഹളം ഉണ്ടാക്കണ്ട. വെറുതെ അതിമോഹം കൊണ്ട് സാറിനും ചീത്തപ്പേരുണ്ടാക്കി. മഹാദേവൻ സാറ് ഞങ്ങളോട് ക്ഷമിക്കണം, പൊറുക്കണം. സാറിന് ഞങ്ങളെ കൊണ്ടുപോവാം. വിവാഹ തട്ടിപ്പിലൂടെ ഇവരെ വഞ്ചിച്ചത് ഞങ്ങളാ. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും ഞങ്ങൾ തയ്യാറാ. കോൺസ്റ്റബിൾ, മച്ചാനെ, കണ്ണപ്പ, ദേ നോക്കടാ. എങ്ങോട്ട് പോകണ്ടേ? ഞങ്ങളെ തടയാൻ എന്ത് അവകാശം നിങ്ങൾക്കുള്ളത്? ഞങ്ങൾ പോണത് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്കാ. എടി, ലവന്മാര് വെറും കൂലികളാണടി. എന്റെ അമ്മയെ കെട്ടുമ്പോ അച്ഛൻ ഇതുപോലെ ഒരു കൂലി ആയിരുന്നില്ലേ? തലയിലെട്ടിന്റെ പിൻബലത്തിൽ കുറച്ച് കാശുണ്ടായിപ്പോയി. അതിൽ അഹങ്കാരം മൂത്ത് നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോ ഓർത്തോ ഞങ്ങളുടെ ഭാവിയെ കുറിച്ച്? അന്വേഷിച്ചോ ഞങ്ങളെ കെട്ടാൻ പോണ ചെറുക്കനെ കുറിച്ച്, ചെറുക്കന്റെ വീടിനെ കുറിച്ച്, തറവാടത്തെ കുറിച്ച്, ജോലിയെ കുറിച്ച്? ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയ ചതിയന്മാരെയല്ല, സ്നേഹമുള്ളവരെയാ, നല്ലവരെയാ. ഞങ്ങളെ പറ്റിച്ച് ഉള്ള പണ്ടവും പണവും അടിച്ചെടുത്ത് ഒക്കെ തിരുത്താൻ ഒരു കുട്ടിയും തന്നിട്ട് അവർക്ക് വേണമെങ്കിൽ മുങ്ങാമായിരുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളോടൊപ്പം കഴിയാനായി കുറേയേറെ കള്ളങ്ങൾ പറഞ്ഞവർ പിടിച്ചു നിൽക്കാൻ നോക്കി. ആ തെറ്റൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു. ഇനി ആര് ചോദിച്ചാലും തന്റെ അടുത്തോടെ ഞാൻ പറയും, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആ നിൽക്കുന്ന കൂലിയാണെന്ന്. കേട്ടില്ല ഇവര് പറയുന്നത്? ഒരുപക്ഷെ 100 ജന്മം പുണ്യം ചെയ്ത തലമുറയിലെ പിന്തുടർച്ചക്കാരായിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ ഇതുപോലുള്ള ഭാര്യമാരെ കിട്ടില്ലടാ. കോൺസ്റ്റബിൾ, ആ വിലം കഴിക്ക. കൊണ്ടുപോടാ ഇപ്പൊ പിള്ളേരെ ചേരിയിലോട്ട്. ഇനി ഇവരായി ഇവരുടെ പാടായി. മക്കളെ, കഴിഞ്ഞ് നിനക്ക് ചേരി പോയി താമസിക്കണോ? ഇവിടെ താമസിച്ചാ പോരെ? കല്യാണം കഴിഞ്ഞ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ. അത് കറക്റ്റ് തന്നെ.